രാഹുൽ മാങ്കൂട്ടത്തിലിനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ വേണ്ടി ചില കേന്ദ്രങ്ങൾ മെനഞ്ഞെടുത്ത ഹീനമായ ഒരു കഥയുടെ ചുരുളുകൾ ഓരോന്നായി അഴിയുകയാണ്. ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു യുവ നേതാവിനെ തളയ്ക്കാമെന്ന് കരുതിയവർക്ക് ഇപ്പോൾ വലിയ തിരിച്ചടിയാണ് ലഭിക്കുന്നത്. ഈ ഗൂഢാലോചനയുടെ പിന്നിൽ പ്രവർത്തിച്ചവർ ഓരോരുത്തരായി ഇപ്പോൾ പുറത്തു വരികയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നത് രാഹുലിന്റെ സുഹൃത്തായ ഫെനി നൈനാനാണ്. രാഹുലിനെതിരെ പരാതി നൽകാൻ യുവതികളെ പ്രേരിപ്പിച്ചു എന്ന് ആരോപിക്കപ്പെടുന്ന റിനി ആൻഡ് ജോർജിന്റെ കള്ളങ്ങൾ തെളിവുകൾ സഹിതം അദ്ദേഹം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. തനിക്ക് പരാതിക്കാരിയുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് റിനി ആൻഡ് ജോർജ് ഇതുവരെ നാട്ടുകാരോട് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ വാദത്തെ കടപുഴക്കുന്ന ഒരു സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ ഫെനി നൈനാൻ പുറത്തുവിട്ടിരിക്കുന്നത്. 2025 ഓഗസ്റ്റ് 21 റിനി പരാതിക്കാരിക്ക് അയച്ച "എന്നെ നാളെ വിളിക്കൂ" എന്ന സന്ദേശം ഈ കേസിൽ വലിയൊരു വഴിത്തിരിവാണ്. പരാതിക്കാരിയുമായി യാതൊരു പരിചയവുമില്ലെന്ന് പറഞ്ഞ റിനി എന്തിനാണ് അവരുമായി രഹസ്യമായി ബന്ധപ്പെട്ടത് എന്ന ചോദ്യത്തിന് ഇപ്പോൾ മറുപടി നൽകിയേ മതിയാകൂ. സത്യത്തിൽ ഇല്ലാത്ത പീഡന പരാതികൾ നൽകാൻ യുവതികൾക്ക് പരിശീലനം നൽകുകയായിരുന്നു റിനി എന്ന് ജനങ്ങൾ സംശയിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള കരുത്തരായ നേതാക്കളെ രാഷ്ട്രീയമായി നേരിടാൻ കഴിയില്ലെന്ന് ഉറപ്പായപ്പോഴാണ് CPM കേന്ദ്രങ്ങൾ ഇത്തരം നീചമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നത്. ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്ന കാര്യങ്ങളെ പോലും പീഡനമാക്കി മാറ്റി നേതാക്കളെ ജയിലിലടയ്ക്കാൻ ചില ഗൂഢാലോചന സംഘങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഫെനി നൈനാൻ ആരോപിക്കുന്നു. മൂന്നാമത്തെ പരാതിക്കാരിയെ കൊണ്ട് നിർബന്ധപൂർവ്വം പരാതി നൽകിക്കാൻ ശ്രമിച്ചത് റിനിയാണെന്നും അതിന് പിന്നിൽ വലിയ രാഷ്ട്രീയ അജണ്ടകളുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. റിനി ആരെയാണ് ഭയപ്പെടുന്നതെന്നും ആരുടെ നിർദ്ദേശപ്രകാരമാണ് അവർ ഇതെല്ലാം ചെയ്തത് എന്നും വരും ദിവസങ്ങളിൽ പുറത്തു വരേണ്ടതുണ്ട്. ഫെനി നൈനാനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് റിനി വെല്ലുവിളിക്കുന്നുണ്ടെങ്കിലും അതിനെ പുഞ്ചിരിയോടെയാണ് അദ്ദേഹം നേരിടുന്നത്. തനിക്ക് രാജ്യത്തെ കോടതികളിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും താൻ ശേഖരിച്ച എല്ലാ തെളിവുകളും കോടതിയിൽ ഹാജരാക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു അഭിഭാഷക എന്ന നിലയിൽ റിനി ചെയ്ത കാര്യങ്ങൾ നീതിക്ക് നിരക്കാത്തതാണെന്നും അവരുടെ മുഖംമൂടി ഉടൻ തന്നെ പൂർണ്ണമായും അഴിഞ്ഞു വീഴുമെന്നും ഫെനി ആവർത്തിക്കുന്നു. റിനിയുടെ ഈ ഇരട്ടത്താപ്പ് കേരളത്തിലെ പൊതുസമൂഹം ഇപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അധികാരത്തിന്റെ തണലിൽ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് കരുതുന്നവർക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ഈ വെളിപ്പെടുത്തൽ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ തകർക്കാൻ നോക്കിയ CPM കേന്ദ്രങ്ങൾക്കും അവരുടെ കളിപ്പാവയായി പ്രവർത്തിച്ചവർക്കും ഇനി അധികകാലം ഒളിച്ചിരിക്കാനാവില്ല. സത്യം വെളിച്ചത്ത് വരുമ്പോൾ വലിയ രാഷ്ട്രീയ നാടകങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. യുവ നേതാക്കളെ വേട്ടയാടുന്ന ഈ പ്രവണത അനുവദിച്ചു കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. റിനി ആൻഡ് ജോർജിനെയും അതിന് പിന്നിലെ ബുദ്ധി കേന്ദ്രങ്ങളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് വരെ പോരാട്ടം തുടരും. ജനങ്ങൾക്കിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനുള്ള വിശ്വാസത്തെ തകർക്കാൻ ഇത്തരം വ്യാജ ആരോപണങ്ങൾ കൊണ്ട് സാധിക്കില്ലെന്ന് ഉറപ്പിച്ചു തന്നെ പറയാം.